ഈ വാല്യൂ ചെയിനിൽ വരുന്ന ഏത് ആക്ടിവിറ്റിക്കും ഈ കൊമേഴ്സിൻ്റെ ഒരു ഫ്ലെയർ ആവശ്യമുണ്ട്. LLB ഫൈനൽ ഇയർ കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ ദ ഓപ്ഷൻ ഓഫ് ഗ്രാജുവേറ്റ് ഇൻസോൾവൻസി പ്രൊഫഷണൽ. വളരെ റീസെൻറ്റ് ഒറിജിനൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബയോമാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇപ്പോഴും നന്നായി പഠിക്കുന്ന കുട്ടികളെ എടുക്കുക എന്നുള്ള ഒരു നോഷൻ ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ കോമേഴ്സിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എത്രത്തോളം അത് കോംപ്ലിക്കേറ്റഡ് ആണ് അതുപോലെ തന്നെ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസും എത്രത്തോളം ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആസച്ച് ഒത്തിരി ഇപ്പോൾ എക്സ്പാൻഡിങ് ആണ് ഒരു ഫീൽഡാണെന്ന് ഒത്തിരി പേർക്ക് അറിയത്തില്ല. അപ്പം അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ ഒരു ടേക്ക്? ഇപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു, ടോട്ടൽ വാല്യൂ ചെയിനെ പറ്റി പറഞ്ഞു. ഈ വാല്യൂ ചെയിനിൽ വരുന്ന ഏത് ആക്ടിവിറ്റിക്കും ഈ കൊമേഴ്സിൻ്റെ ഒരു ഫ്ലെയർ ആവശ്യമുണ്ട്. കൊമേഴ്സിൻ്റെ ഫ്ലെയർ ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പാഠ്യപദ്ധതിയിൽ ഒരുപാട് കോഴ്സുകളുണ്ടല്ലോ, താങ്കൾക്കറിയാം. ഇപ്പോൾ CA, CMA, കമ്പനി സെക്രട്ടറിഷിപ്പ്, അതുപോലെ CMA US, അല്ലെങ്കിൽ ACCA, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് ബിക്കോസ് യു ആർ ഡൂയിങ് LLB. ഇപ്പോൾ LLB ഫൈനൽ ഇയർ കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ ദ ഓപ്ഷൻ ഓഫ് ഗ്രാജുവേറ്റ് ഇൻസോൾവൻസി പ്രൊഫഷണൽ. ഈ ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്നൊക്കെ പറയുന്നത് വളരെ റീസെൻറ്റ് ഒറിജിനൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഒരു ബിസിനസ് പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭം മുതൽ അത് വളർത്തി, ദാറ്റ് ഈസ് അതിൻ്റെ ക്രിയേഷൻ, സർവൈവൽ, എക്സിസ്റ്റൻസ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, സാച്ചുറേഷൻ, ഡിക്ലൈൻ ആൻഡ് ഡെത്ത്, ഇത്രയും സംഭവങ്ങൾ ഡീൽ ചെയ്യുന്നതിന് ഈ പറയുന്ന കൊമേഴ്സിൻ്റെ പല കോഴ്സുകളിലും അതിനുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വിപുലമാണ്.